അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ നമ്മുടെ പഞ്ചസാര ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അത് ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. നമുക്കിത് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം എന്താ നമ്മുടെ മൈദ മിക്സ് 2 പ്രാവശ്യം അരിച്ചെടുത്തു. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇപ്പം എന്താ ഞാനൊരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. വെള്ളമയമൊന്നുമില്ലാത്ത ഒരു മിക്സി ബൗൾ. അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യരുത്. അതിൻ്റെ തണുപ്പൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ പഞ്ചസാര, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് പാല്. പാലെടുക്കുമ്പോഴും തണുത്ത പാലെടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാല്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എന്താ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇതെല്ലാം നല്ല ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ അതാ നമ്മുടെ മുട്ടയുടെ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ മൈദയുടെ മിക്സ്, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, ഇത് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി കുത്തി ഇളക്കണ്ട. ഒരേ ഡയറക്ഷനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്താ നമ്മുടെ മൈദയുടെ മിക്സ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വന്നേക്കണത്. കുറച്ച് തിക്കാണ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഈ ഒരു പരുവത്തിലായിരിക്കണം. ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പച്ചവെള്ളം ഒഴിച്ചും മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ലൂസായി പോകണ്ട. ഇതാ ഈ ഒരു പരുവം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് പകുതി ബാറ്റർ മാറ്റുവാണ്. ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച കൊക്കോ പൗഡർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് റെഡിയാക്കാം.
അപ്പോൾ അതാ ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് ഗ്രീസ് ചെയ്യണം. കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തു. ഇനി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതാണ് ഞാൻ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുവാണ്. എല്ലായിടത്തേക്കും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള മൈദ നമുക്ക് തട്ടിക്കളയാം. അതാ നമ്മുടെ ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒന്നിടവിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തവിയാണ് എടുത്തേക്കുന്നത്. നടുക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ചെയ്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയറായിട്ട് അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇങ്ങനെ ഒഴിക്കാൻ പ്രയാസമാണെങ്കിൽ കുറച്ച് പാലൊഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ ലെയർ ചെയ്യാൻ തന്നെയാണ് കുറച്ച് സമയം വേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അവസാനം വരുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ ടീസ്പൂണാണ് എടുത്തേക്കണത്. അവസാനമായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തു. ഇതാ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിൽ സൈഡിൽ നിന്ന് നമുക്ക് നടുക്കേക്ക് കൊണ്ടുവരാം. ഓരോ പ്രാവശ്യവും ടൂത്ത് പിക്ക് ക്ലീൻ ആക്കിയിട്ട് വേണം വരച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഒരു ചെറിയ ഫ്ലവറിൻ്റെ ഷേപ്പായില്ലേ, കണ്ട. നമുക്കൊന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യണത്. ഞാനിതൊരു 10 മിനിറ്റ് മുമ്പ് ചെറിയ തീയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണ പാത്രമാണ്. അപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു റിങ്ങും വച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്യാം. 30 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. 30 മിനിറ്റിന് മുമ്പ് തുറന്നു നോക്കരുത്. ഓരോരോ സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ കുക്കിംഗ് ടൈം വ്യത്യാസപ്പെടും. കേക്ക് ബേക്ക് ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഒന്ന് കുത്തി നോക്കാം വെന്തോന്ന്. വെന്തില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. വെന്തിട്ടില്ല, നടുക്ക് വെന്തിട്ടില്ല, കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് കൂടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്നു നോക്കാം. ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പാത്രം എടുത്ത് വെളിയിൽ വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിനി ഡീമോൾഡ് ചെയ്യാം. ഒരു കത്തി വെച്ചൊന്ന് സൈഡ് വിടിയിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മാർബിൾ കേക്ക് അല്ലെങ്കിൽ സീബ്ര കേക്ക്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതുങ്ങളെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്.